ശ്രീ രാമേന്ദ്രനാണ് പാറശാലയിൽ സാർ, നിന്ന്. ശ്രീ അതെ സാർ, രാമേന്ദ്രൻ, പാറശാല. താങ്കൾ നമസ്തേ സാർ. സാർ, എനിക്ക് പറയാനുള്ളത് സാർ, ഈ ഇമാതിരി ഈ ഇതേപോലുള്ള ചോദ്യ പേപ്പർ ചോർക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ശിക്ഷ വളരെ. ഹലോ ഹലോ സാർ, കേൾക്കാൻ പറഞ്ഞോളൂ. ഹലോ. സാർ, ഇമാതിരി മോശമായ പ്രവൃത്തികൾ ചെയ്യുന്നവർക്കെല്ലാം കൃത്യമായ ശിക്ഷ ഉറപ്പാക്കണം സാർ. ശിക്ഷ എന്ന് പറഞ്ഞാൽ സാധാരണ ശിക്ഷ മാത്രം പോരാ. അതായത് ഇവരൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വക്കീലിനെ വെച്ച് കോടതിയിൽ പോയി ജാമ്യം രക്ഷപ്പെട്ടു പോകും സാർ. ഇവർക്ക് ഈ ഇമാതിരി എക്സാം നടത്തുമ്പോഴേ നോട്ടടിക്കുന്ന സ്വഭാവം കണക്കാക്കി ഈ പരീക്ഷകൾ നടത്തണം എന്നുള്ളതാണ്. രഹസ്യ സ്വഭാവം നടത്തണം സാർ. ഈ നോട്ടടിക്കുന്നതൊന്നും വെളിയിൽ ചോരുന്നില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് ഈ ഇമാതിരി ലക്ഷക്കണക്കിന് പിള്ളേരുടെ എക്സാം രാത്രിയും പകലില്ലാതെ ഉറക്കം ഒഴിച്ചിരുന്ന് പഠിച്ച് കഷ്ടപ്പെട്ട് ഈ എക്സാം എഴുതാൻ പോകുന്ന പിള്ളേരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോരുന്നു? അതില് വളരെ ഒരു വ്യക്തമായ ഒരു വലിയൊരു ലോബി തന്നെ ഉണ്ട്. ഈ ലോബിയെ നശിപ്പിക്കണം. ഇവർ കാശിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഈ കാശ് വേണ്ടി ഇവരെ കാശിനെല്ലാം ഗവൺമെന്റ് കണ്ടുകെട്ടണം, ഇവരെ തുറുങ്കിലടയ്ക്കണം. അങ്ങനെയാണെങ്കിൽ ശിക്ഷ മാതൃകാപരമായ ശിക്ഷ ഉണ്ടാക്കണം. അല്ല സാർ, കേൾക്കാൻ പറഞ്ഞോളൂ സാർ. ഇമാതിരി ശിക്ഷ ഉറപ്പുവരുത്തിയാണെങ്കിൽ ഇമാതിരി ഒന്നും ഉണ്ടാവില്ല സാർ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ രാമേന്ദ്രൻ പാറശാല. നമുക്ക് വെള്ളമുഖത്തിൽ ചില കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. നേരത്തെ മിസ്റ്റർ XR എന്ന് എഴുതിയ ആൾ പറയുന്നു, റൌഫ് എന്നാണ് എൻ്റെ പേര്, ദിസ് ഈസ് മൈ 4th അറ്റംപ്റ്റ് ആണെന്ന് പറയുന്നു. ഇവർ നമുക്ക് 36 ദിവസമേ തന്നുള്ളൂ, അത് 50 ദിവസം വേണമായിരുന്നു എന്നൊക്കെയാണ്. റൌഫ് ഒരു വിദ്യാർത്ഥിയാണ്, നീറ്റ് പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിയാണ്. മിസ്റ്റർ കിരൺ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ മണിമല എങ്ങനെയാണ് എല്ലാ ദിവസവും 4:45 ഫോണിൽ വരുന്നത്? അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാൻ നിർവാഹമുള്ളൂ ശ്രീ ശശിധരൻ നായർ. തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഫോൺ കിട്ടും, ചിലപ്പോൾ ആദ്യത്തെ കോൾ കിട്ടും, ചിലപ്പോൾ അത് നിരന്തരം വിളിക്കുന്ന എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ. ശിവദാസൻ TK പറയുന്നു, ദീസ് ടൈപ്പ് ഓഫ് മാൽ പ്രാക്ടീസ് ക്യാൻ കൺട്രോൾ ബൈ ഗിവിംഗ് സിവിയർ പണിഷ്മെൻറ്റ് ടു ദി കൾപ്രിറ്റ് ഹു ഹാസ് ഇൻവോൾവ് ആൻഡ് ദർ ഇസ് നോ നീഡ് ഫോർ എനി കൺട്രോൾ ഇൻ ടെലിഗ്രാം എന്ന് പറയുന്നു. അവർക്ക് കഠിനമായ ശിക്ഷയാണ് നൽകേണ്ടത് എന്ന് സദാശിവൻ നായർ മണിമല ന്യൂസ് 18 ഫാമിലിയിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നൊക്കെ ശശിധരൻപിള്ള പറയുന്നത്. എന്തായാലും ഞങ്ങളാർക്കും അങ്ങനെ ഒരു സൗകര്യവും ഒരുക്കിയിട്ടില്ല. വിളിക്കാനൊരു നമ്പർ സൗകര്യമുണ്ട്, അത് എല്ലാവർക്കും ഒരുപോലെയുള്ള സൗകര്യമാണ്, ഒരാൾക്കും അതിന് പ്രത്യേകിച്ചൊരു സൗകര്യമില്ല. പിന്നീട് ഈ CPM-നെ കുറിച്ചുള്ള തർക്കത്തിലാണെന്ന് തോന്നുന്നു കൃഷ്ണൻകുട്ടിയും മറ്റ് ചിലരും ഒക്കെ ചേർന്ന്. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ആ തരത്തിലേക്ക് കൂടി പോകുന്നുണ്ട്. എനിക്കത് നീറ്റ് പരീക്ഷ വിട്ട് അവർ രാഷ്ട്രീയത്തിലേക്ക് ചർച്ച നടത്തി എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം